ഇനി നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ, രജിസ്ട്രാറിൻ്റെ നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് നയങ്ങൾ തീരുമാനിക്കുന്നു സഹകരണ മേഖലയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാർ വഴിയാണ്. അതുകൊണ്ടാണ് രജിസ്ട്രാർ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നൊക്കെ സഹകരണ വകുപ്പിൻ്റെ അല്ലേ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഭരണം നടത്തുന്നത് അല്ലേ രജിസ്ട്രാർ വഴിയാണ് ഗവൺമെൻറ്. അപ്പോൾ നിയമം വഴി രജിസ്ട്രാറിന് സഹകരണ സംഘങ്ങൾക്ക് മേൽ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ നിയമം അനുവദിച്ചു കൊടുക്കുന്ന രജിസ്ട്രാറിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, സംഘങ്ങളുടെ മേൽ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മേൽ പ്രയോഗിക്കുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ KCS ആക്ടിനകത്ത് രജിസ്ട്രാറിന് ഇത്തരത്തിൽ പലതരത്തിലുള്ള പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സാണ് രജിസ്ട്രാറിൻ്റെ, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രാർ. നമുക്കറിയാം ആദ്യം തന്നെ രജിസ്ട്രാറാണ് അല്ലേ ഇസ് എ സോൾ അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം അല്ലേ ആർക്കാണുള്ളത്, നിയമപരമായിട്ടുള്ള അധികാരം രജിസ്ട്രാറിനാണുള്ളത്. അതിനാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ആക്ടിൻ്റെ സെക്ഷൻ 678 അല്ലേ, എന്താണ് വകുപ്പ് 6, 7, 8. അതുപോലെ തന്നെ റൂളാണെങ്കിൽ റൂൾ 3ഉം 4ഉം അല്ലേ, റൂൾ 3ഉം അതുപോലെ 4ഉം. ഓക്കെ, അതുപോലെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ, രണ്ടാമത്തെ ചാപ്റ്ററാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ എന്താണ് നമ്മുടെ സെക്ഷൻ 3 തുടങ്ങി എന്താണ് സെക്ഷൻ 15 വരെ ഉള്ള അല്ലേ വകുപ്പുകൾ, ഇത്രയും കാര്യങ്ങൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പറയുന്ന വ്യവസ്ഥകളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ആർക്കാണ്, രജിസ്ട്രാറിനാണുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. രജിസ്ട്രാറിൻ്റെ ആദ്യത്തെ അധികാരമാണ് നമ്മുടെ KCS ആക്ട് പ്രകാരം രജിസ്ട്രാറിന് കിട്ടുന്ന ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി പവറാണ് സൊസൈറ്റികളെ രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം. ഓക്കെ, അപ്പോൾ ഒരു സൊസൈറ്റി ജനിക്കുന്നത് തന്നെ രജിസ്ട്രേഷനോട് കൂടിയാണ് അല്ലേ. അപ്പോൾ ആ സൊസൈറ്റിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഡോക്യുമെൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനിറ്റ്സ് ബുക്കും, ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ ആ സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല രജിസ്ട്രാറിൻ്റെ അധികാരം, പിന്നെ എന്തുകൂടിയാണ്, സൊസൈറ്റിക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ബൈലോയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് ഒരു രജിസ്റ്റർ ചെയ്തു എന്നുള്ള തെളിവായിട്ട് അല്ലെങ്കിൽ കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റിയും ആര് തന്നെയാണ്, അതും രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പവേഴ്സും ആരിലാണ് നിക്ഷിപ്തപ്പെടുത്തിയിരിക്കുന്നത്, രജിസ്ട്രാറിലാണ് നിക്ഷിപ്തപ്പെടുത്തിയിരിക്കുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച്. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ എന്താണ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഇഷ്യൂ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് അതുപോലെ തന്നെ ഇഷ്യൂ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ആ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നു, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ എത്രയിലാണ്, ഫോം നമ്പർ 3 അല്ലേ. ഫോം നമ്പർ എത്രയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫോം നമ്പർ എത്രയാണ്, ഫോം നമ്പർ 3 ആണ്. ഓക്കെ, അതുപോലെ എന്താണ് ഇനി കേസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇറിക്കവറബിളി ലോസ്റ്റ് അല്ലേ, തിരിച്ചു കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം, സൊസൈറ്റിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം അല്ലേ. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാത്ത രീതിയിൽ കളഞ്ഞു പോവുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ സംഘത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്, നമ്മളുടെ രജിസ്ട്രാറിന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം നമ്പർ എത്രയാണ്, ഫോം നമ്പർ 3A ആണ് അല്ലേ, 3A ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ് റൂൾ 4A എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സംഘത്തിന് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന റൂൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം റൂൾ 4A ആണ്, റൂൾ 4A ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആദ്യമായിട്ട് രജിസ്ട്രാറിന് കിട്ടുന്ന പവർ. ഒരു സംഘത്തിനെ രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സൊസൈറ്റിക്ക് ഒരു ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതും രജിസ്ട്രാറിൻ്റെ അധികാരത്തിനകത്ത് വരുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് ദ സൊസൈറ്റി ഈസ് ഗെറ്റ് രജിസ്റ്റേർഡ്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണെന്തെന്ന് പറയുന്നത് രജിസ്ട്രാർ ഫോം നമ്പർ 3 ഇഷ്യൂ ചെയ്യുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമ്മൾ പറയുന്നത്
ഒരു സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം സൊസൈറ്റിയുടെ ബൈലോ അല്ലേ, എന്താണ് പ്രപ്പോസ്ഡ് ബൈലോ, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി രജിസ്ട്രാറിന് കൊടുക്കുന്ന ബൈലോയാണ് പ്രപ്പോസ്ഡ് ബൈലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രപ്പോസ്ഡ് ബൈലോ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ രജിസ്ട്രാർ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അപ്പോൾ പ്രപ്പോസ്ഡ് ബൈലോ എപ്പോഴാണോ സൊസൈറ്റി ഈ പറഞ്ഞ രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് തൊട്ട് സംഘത്തിൻ്റെ അത് നിയമാനുസൃത ബൈലോ ആയിട്ട് മാറും അല്ലേ, അതായത് ബൈലോ ആയിട്ട് മാറും. അപ്പോൾ അപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബൈലോ പിന്നീട് കാലാത്മകമായിട്ടുള്ള അല്ലേ മാറ്റങ്ങൾ അല്ലെങ്കിൽ അപ്ഡേഷൻ ആ ബൈലോയ്ക്കകത്ത് വരുത്തുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നിയമങ്ങൾ അല്ലേ ഓരോ ദിവസം മാറുമ്പോഴും നമ്മുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചുറ്റുപാടിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങളിനനുസരിച്ച് നിയമങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഭേദഗതി ചെയ്യാറുണ്ട് അല്ലേ, മാറ്റം വരുത്താറുണ്ട്. അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയുടെ ബൈലോ അത് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലേ സൊസൈറ്റിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. കാരണം എന്താ, സൊസൈറ്റിയുടെ ഓൾ ഇൻ ഓൾ ആണ് എന്തെന്ന് പറയുന്നത് ബൈലോ എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ ഇൻറ്റേർണൽ റൂൾ ഓഫ് മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ സംഘത്തിന് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എവിടെയാണ്, ബൈലോയിലാണ് പറയുന്നത്. സൊസൈറ്റിയുടെ മെമ്പറും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതും ബൈലോയിലാണ്. അപ്പോൾ അതുകൊണ്ട് കാലാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സൊസൈറ്റിയുടെ ബൈലോയിൽ വരുത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നിയമങ്ങളിൽ അമെൻമെൻറ്റ് വരുത്തുന്നത് പോലെ ബൈലോയിലും എന്ത് ചെയ്യും, ഭേദഗതി വരുത്താറുണ്ട്. ഇപ്പോൾ ഈ ഒരു സൊസൈറ്റിയുടെ ബൈലോ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ജനറൽ ബോഡിക്കാണ് അല്ലേ. ബൈലോ അമെൻഡ് ചെയ്യാനുള്ള പവർ ആർക്കാണ്, അമെൻമെൻറ്റ് ഓഫ് ബൈലോ അല്ലേ, ആർക്കാണ് അതിനുള്ള പവർ, അത് ജനറൽ ബോഡിക്കാണ്. സൊസൈറ്റിയുടെ എന്താണ് പരമാധികാര സഭയായിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ ജനറൽ ബോഡിക്കാണ് സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള പവർ ഉള്ളത്. പക്ഷേ ഈ ബൈലോ അമെൻമെൻറ്റ് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭേദഗതി ചെയ്യപ്പെട്ട ബൈലോ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ അമെൻമെൻറ്റ് ഓഫ് ബൈലോയും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. എന്താണ്, ആദ്യം സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്താണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനോടൊപ്പം പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി കൊടുക്കും അല്ലേ. അപ്പോൾ എന്താണ്, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം ഈ പ്രപ്പോസ്ഡ് ബൈലോയും എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ബൈലോയ്ക്കകത്ത് പിന്നീട് കാലാത്മകമായിട്ട് ജനറൽ ബോഡി വരുത്തുന്ന മാറ്റങ്ങൾ അല്ലേ, അതും നമ്മുടെ ആദ്യം ബൈലോ രജിസ്റ്റർ ചെയ്തതുപോലെ തന്നെ രജിസ്ട്രാർ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. എങ്കിൽ മാത്രമേ ആ ബൈലോ ഭേദഗതിക്ക് പ്രാബല്യമുള്ളൂ, അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിന് എന്താണ് സാധുതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജനറൽ ബോഡി ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രസ്തുത അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ, അതേപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൽ, അതുപോലെ തന്നെ സംഘത്തിൻ്റെ ബൈലോയിൽ പിന്നീട് വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭേദഗതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണുള്ളത്, രജിസ്ട്രാറിന് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി രജിസ്റ്റേർഡ് ബൈ ദ രജിസ്ട്രാർ. എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്കിലേ എന്തുണ്ടാവൂ, നിയമപരമായിട്ടുള്ള സാധുത പറഞ്ഞ ഭേദഗതിക്ക് ഉണ്ടാകൂ. അതുകൊണ്ട് നിയമപ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ അമെൻമെൻറ്റ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്, രജിസ്ട്രാറിന് തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 12. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന റൂളാണെങ്കിൽ റൂൾ 9 ആണ്. ഓക്കെ, അപ്പം ഈ നിയമപരമായിട്ടുള്ള അധികാരവും ആർക്ക് തന്നെയാണ്, രജിസ്ട്രാറിന് തന്നെയാണുള്ളത്. അപ്പോൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം, സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം, പിന്നീട് പ്രസ്തുത സൊസൈറ്റിയുടെ ബൈലോ കാലാകാലങ്ങളിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് ജനറൽ ബോഡി സൊസൈറ്റിയിലെ ബൈലോയ്ക്കകത്ത് അമെൻമെൻറ്റ് വരുത്തുന്നത് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്, നമ്മുടെ രജിസ്ട്രാറിന് തന്നെയാണുള്ളത്. ഓക്കെ ആണല്ലോ. ദെൻ അതുപോലെ തന്നെ ഒരു സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെർജറിന് വിധേയമാക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് അതിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്ത് പല സൊസൈറ്റികളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 14. സെക്ഷൻ 14 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സെക്ഷൻ 14 പറയുന്നത് അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നമ്മൾ ബൈലോ അമെൻമെൻറ്റ് ഈസ് നെസസറി. അമാൽഗമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബൈലോ ഭേദഗതി വരുത്തേണ്ടതായിട്ടുണ്ട്.
മെർജർ നടത്തണമെന്നുണ്ടെങ്കിൽ ബൈലോ ഭേദഗതി വരുത്തേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അല്ലെ, ഒരു സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്ത് പല സൊസൈറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ ബൈലോ ഭേദഗതി എന്ന് പറഞ്ഞാൽ അനിവാര്യമായിട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം ബൈലോ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള അധികാരം നമ്മൾ തൊട്ടുമുള്ളി പഠിച്ചതാണ്. ആർക്കാണ്? ജനറൽ ബോഡിക്കാണ്, അല്ലേ? ഒരു സൊസൈറ്റിയുടെ ബൈലോ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ ജനറൽ ബോഡിക്കാണ്. പക്ഷേ നമ്മൾ പഠിച്ചു, ആ ഭേദഗതി നിലവിൽ വരണം എന്നുണ്ടെങ്കിൽ ആ പ്രസ്തുത ഭേദഗതി എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് രജിസ്ട്രാറിനാണ്. അപ്പോൾ ജനറൽ ബോഡിക്ക് അമാൽഗമേഷന് വേണ്ടിയുള്ള ബൈലോ ഭേദഗതി വരുത്താനേ പറ്റൂ. പക്ഷേ അത് ആ ബൈലോ ഭേദഗതി നിലവിൽ വന്ന് അമാൽഗമേഷൻ പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ, അല്ലേ, ആ ഒരു ബൈലോ ഭേദഗതി, അതുമായി ബന്ധപ്പെട്ട ബൈലോ ഭേദഗതി ആരാ അപ്രൂവ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം? രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്കിലേ അത് നടപ്പിലാക്കാൻ പറ്റൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാവണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബൈലോ ഭേദഗതി രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള സോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? രജിസ്ട്രാറാണ്. അപ്പോൾ അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള അധികാരവും ആർക്കുണ്ട്? രജിസ്ട്രാറിനുണ്ട്. ഓക്കെ, അപ്പോൾ അമാൽഗമേഷനും മെർജറും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ഡിവിഷനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അമാൽഗമേഷനും മെർജറും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമല്ലോ. 2 or more സൊസൈറ്റീസ് ലിക്വിഡേറ്റ് ചെയ്ത് മറ്റൊരു സൊസൈറ്റിയിലേക്ക് അതിനെ ലയിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അമാൽഗമേഷൻ. അപ്പോൾ അമാൽഗമേഷൻ നടക്കുമ്പോൾ രണ്ടോ അതിലധികമോ, അല്ലേ, ഇപ്പം ഇവിടെ 2 സൊസൈറ്റിയേ ഉള്ളൂ, എയും ബിയും, അല്ലേ? അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സൊസൈറ്റി ഇല്ലാതാവും, ബി എന്ന് പറയുന്ന സൊസൈറ്റിയും ഇല്ലാതാകും, അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് അതിനെ അങ്ങനെ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ മറ്റൊരു സൊസൈറ്റിയിലേക്ക് ലയിപ്പിക്കുകയാണ്. ഈ 2 സൊസൈറ്റിയും മറ്റൊരു സൊസൈറ്റിയിലേക്ക്. അപ്പോൾ അമാൽഗമേഷൻ ആണെന്നെങ്കിൽ 2 അതിലധികമോ സൊസൈറ്റി വേണം. അപ്പം മിനിമം എത്ര സൊസൈറ്റി വേണം? 2 സൊസൈറ്റി വേണം അമാൽഗമേഷൻ്റെ കേസിൽ. എന്നിട്ട് എന്താണ്, അതിനെ സി എന്ന് പറയുന്ന മറ്റൊരു സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യുകയാണ്? അതിനെ ലയിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന സൊസൈറ്റിയും ഇല്ലാതാകും. ഇതിനെല്ലാം പകരം വരുന്നത് പുതിയൊരു ഡി എന്ന് പറയുന്ന പുതിയൊരു സൊസൈറ്റി ആയിരിക്കും. ഇതായിരിക്കും അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? ലയിപ്പിക്കുന്ന സൊസൈറ്റിയും ഇല്ലാതെയാകുന്നു, ആരിലേക്കാണോ ലയിക്കപ്പെടുന്നത് ആ സൊസൈറ്റിയും ഇല്ലാതാകുന്നു. അതിന് നിയമപരമായിട്ട് പിന്നീട് അങ്ങനെ ആ ഒരു പേരിൽ നിലനിൽക്കാൻ പറ്റില്ല. അതിന് പകരം ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി പുതിയ ഒരു എൻറ്റിറ്റി ആയിരിക്കും നിലവിൽ വരുന്നത്. അതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർജറിൻ്റെ വ്യത്യാസം എന്താ? ഇവിടെ നമ്മൾ അമാൽഗമേഷൻ്റെ കേസിൽ പറഞ്ഞു 2 അതിലധികമോ സൊസൈറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ എന്താണ്? അപ്പോൾ അമാൽഗമേഷൻ്റെ കേസിൽ എ ബി, അല്ലേ? അപ്പോൾ 2 സൊസൈറ്റിയായി മിനിമം. ഇനി വേണമെങ്കിൽ സിയും വരാം, അല്ലേ? അപ്പോൾ സി എയും ഇങ്ങനെ ലയിപ്പിക്കുകയാണെങ്കിൽ സിയും ഇല്ലാതാകും. സി അല്ല, നമുക്ക് സി ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ ഇ, അല്ലേ, ഇ എന്ന് പറയുന്ന സൊസൈറ്റി. ഓക്കെ, ഇ എന്ന് പറയുന്ന സൊസൈറ്റിയും ഇതുപോലെ എയും ബിയെയും ലയിപ്പിച്ചതുപോലെ സിയിലേക്ക് ലയിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇയും ഇല്ലാതെയാകുന്നു, അതുപോലെ തന്നെ ലയിക്കപ്പെട്ട സിയും ഇല്ലാതാകുന്നു. അതിന് പകരം ഡി എന്ന് പറയുന്ന പുതിയ സൊസൈറ്റി ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 അതിലധികമോ സൊസൈറ്റികളെ ലയിപ്പിക്കുന്നതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മെർജർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൊസൈറ്റി ആണെങ്കിലും എന്ത് ചെയ്യാം? ലയിപ്പിക്കാം. ഇപ്പം മെർജറിൻ്റെ എക്സാമ്പിൾ പറയുന്നതാണ് എ എന്ന് പറയുന്ന സൊസൈറ്റി. ഇതൊരു സൊസൈറ്റിയേ ഉള്ളൂ. ഈ എ എന്ന് പറയുന്ന സൊസൈറ്റി ഒരു ചെറിയ സൊസൈറ്റിയാണ്. അതിനെ ബി എന്ന് പറയുന്ന ഒരു വലിയ സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യാണ്? ലയിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അമാൽഗമേഷൻ്റെ കേസിൽ മിനിമം 2 സൊസൈറ്റി വേണം. എന്നാൽ മെർജറിൻ്റെ കേസിൽ ഒരു സൊസൈറ്റി ആണെങ്കിലും കുഴപ്പമില്ല, അല്ലേ? മിനിമം എത്ര സൊസൈറ്റി മതി? ഒരു സൊസൈറ്റി മതി. ഓക്കെ, അപ്പോൾ ഒന്നോ അതിലധികമോ സൊസൈറ്റി ആവാം, പക്ഷേ ഇവിടെ മിനിമം 2 സൊസൈറ്റി വേണം. ഇനി മെർജറിൻ്റെ കേസിൽ ലയിക്കപ്പെടുന്ന സൊസൈറ്റിയുടെ എൻറ്റിറ്റി മാത്രമാണ്, നിലനിൽപ്പ് മാത്രമാണ് ഇല്ലാതാകുന്നത്. ആരിലേക്കാണോ ലയിക്കപ്പെടുന്നത് അയാൾ അതേ പേരിൽ തന്നെ നിലനിൽക്കുന്നു. അപ്പം എ എന്ന് പറയുന്ന സൊസൈറ്റിയെ ആണ് ബിയിൽ ലയിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എ ഇല്ലാതെയാകുന്നു. എ എന്ന് പറയുന്ന ആൾക്ക് ഇനി ആ ഒരു പേരിൽ തുടരാൻ പറ്റില്ല, വൈൻഡപ്പ് ആകും. എന്നാൽ ലയിപ്പിച്ച സൊസൈറ്റി ബി എന്ന് പറയുന്ന സൊസൈറ്റി ആ ബി എന്ന് പറയുന്ന പേരിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അമാൽഗമേഷനും മെർജറും തമ്മിലുള്ള നമ്മുടെ നിയമപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ നിയമപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 14 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 14 പ്രകാരം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട ബൈലോ ഭേദഗതി രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാറിനാണ്. ഓക്കെ, ദെൻ ഇനി എന്താ പറയുന്നത്? ഒരു കമ്മിറ്റി, അല്ലേ, ഒരു സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡി ആയിട്ടുള്ള കമ്മിറ്റി സെക്ഷൻ 28 പ്രകാരം വരുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റിയാണ്. അതാണ് ആ സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവരാണ് ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത്. ആ ഒരു മാനേജിങ് കമ്മിറ്റിക്കാണ് സൊസൈറ്റിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ജനാധിപത്യപരം എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡെമോക്രാറ്റിക്കലി 1 man 1 vote എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ
1 man 1 വോട്ട് എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ചാർജ് അല്ലെങ്കിൽ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മാനേജിങ് കമ്മിറ്റിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം, അതാണ് സൂപ്പർ സെഷൻ എന്ന് പറയുന്നത്. സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി അല്ലേ. ഒരു കമ്മിറ്റി എന്ത് ചെയ്യാണ്? പുറത്താക്കുകയാണ്, അതിനെ ചാർജ് ഇല്ലാതാക്കി അതിനെ പുറത്ത് വിടുകയാണ്, കമ്മിറ്റിയെ എന്ത് ചെയ്യാണ്? പറഞ്ഞു വിടുകയാണ് അല്ലേ. ഓക്കെ ആണോ? അപ്പോൾ അതിനുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാറിനാണുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 32 എന്ന് പറയുന്നത്. രജിസ്ട്രാറിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അധികാരമാണ് ഈ പറഞ്ഞ സെക്ഷൻ 32 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഓഡിറ്റ് വഴി അല്ലെങ്കിൽ ഇൻക്വയറി വഴി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ വഴിയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തായിട്ട് കണ്ടെത്തിയാൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു ആക്ടിനും റൂളിനും ബൈലോയ്ക്കും എന്താണ് വിരുദ്ധമായിട്ടുള്ള പേയ്മെൻറ്റുകൾ നടത്തുക മാനേജിങ് കമ്മിറ്റി. അതുപോലെ തന്നെ എന്താണ് സൊസൈറ്റിയുടെ അസറ്റ്സ് എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസൊക്കെ മിസ്അപ്രോപ്രിയേഷൻ കാണിച്ചിട്ട് കൈവശപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ ആക്ടിനകത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ആ കമ്മിറ്റിയെ എന്ത് ചെയ്യാം? ആ പ്രസ്തുത കമ്മിറ്റിയെ രജിസ്ട്രാറിന് അധികാരത്തിൽ നിന്ന് പുറത്താക്കാം. അതിനുള്ള അധികാരമാണ് സെക്ഷൻ 32 പ്രകാരം രജിസ്ട്രാറിന് നൽകുന്നത്. ഇതും രജിസ്ട്രാറിൻ്റെ നമ്മുടെ നിയമപരമായിട്ടുള്ള അധികാരത്തിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രാറിന് മാത്രമാണ് സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്. ദെൻ ഇനി അടുത്ത എന്താ? അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. അപ്പോൾ ഇങ്ങനെ സെക്ഷൻ 32 പ്രകാരം രജിസ്ട്രാർ ഒരു സംഘത്തിൻ്റെ മാനേജിങ് കമ്മിറ്റിയെ പുറത്താക്കുകയാണെങ്കിൽ, അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറന്തള്ളുകയാണെങ്കിൽ അവിടെ ഒരു ഭരണ സ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടി, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി, കാരണം മാനേജിങ് കമ്മിറ്റിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ബോഡി അവിടെ ഇല്ല എങ്കിൽ അവിടെ ആ സൊസൈറ്റിയുടെ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അവിടെ തടയപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നു അല്ലേ. സംഘത്തിൽ കറക്റ്റായിട്ട് ഓരോ ദിവസവും ഡെയിലി ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് ഡിലേ വരികയോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സൊസൈറ്റി തീർച്ചയായിട്ടും അതിൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കും അല്ലേ. പ്രവർത്തനങ്ങൾ താളം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇത്തരത്തിൽ മാനേജിങ് കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്ത് സെക്ഷൻ 32 വഴി രജിസ്ട്രാർ പുറത്താക്കിയാൽ അവിടെ ഇത്തരത്തിൽ മാനേജിങ് കമ്മിറ്റിയുടെ അഭാവം മൂലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണ തകർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി രജിസ്ട്രാറിന് എന്ത് ചെയ്യാം? ഒരു അഡ്മിനിസ്ട്രേറ്ററിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അപ്പോയിൻറ്റ് ചെയ്യാം മാനേജിങ് കമ്മിറ്റിക്ക് പകരമായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരിക്കും. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഓഫീസറായിരിക്കും. ഓക്കെ, ഇനി അതല്ല രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലേ 3 മെമ്പർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക, നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് അല്ലേ. അവിടെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ 3 ആൾക്കാരും സൊസൈറ്റിയുടെ മെമ്പർ ആയിരിക്കും കേട്ടോ. ജനറൽ ബോഡിയിൽ നിന്ന് വരുന്ന മെമ്പർ ആയിരിക്കും, സൊസൈറ്റി മെമ്പർ ആയിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആണെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 33 എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ ഇനി അടുത്ത എന്താ പറയുന്നത്? ഇൻക്വയറി അല്ലേ. അപ്പോൾ എന്താണ്? രജിസ്ട്രാറിൻ്റെ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള അധികാരമാണ് സെക്ഷൻ 65 പ്രകാരം രജിസ്ട്രാറിന് അനുവദിച്ചു കൊടുത്തേക്കുന്ന ഇൻക്വയറി. സൊസൈറ്റിയിൽ എന്താണ് ഈ പറഞ്ഞ അന്വേഷണം നടത്താനുള്ള പവർ. അപ്പോൾ ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്വയറി ആണ് നമ്മളെപ്പോഴും പഠിക്കുന്നത്. എൻക്വയറി എന്നാണ് പഠിക്കുന്നത് അല്ലേ. എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സീരിയസ് അല്ലാത്ത ഒരു അന്വേഷണമാണെങ്കിലാണ് നമ്മളെ എൻക്വയറി എന്ന് പറയുക. എന്നാൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള അല്ലേ, അപ്പോൾ എന്താണ് എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു അന്വേഷണം, ഇറങ്ങിച്ചെല്ലുന്ന ഒരു അന്വേഷണമാണ് ആഴത്തിലുള്ള പരിശോധന അല്ലെങ്കിൽ അന്വേഷണം. അതിനെയാണ് നമ്മൾ ഇൻക്വയറി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 65 ആണ്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്മേൽ ഇൻക്വയറി നടത്താനുള്ള അധികാരം അല്ലെങ്കിൽ ഇൻക്വയറിക്ക് ഓർഡർ ഇടാനുള്ള അധികാരം, അത് ചെയ്യാനുള്ള അധികാരം, അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി പവർ ആർക്ക് തന്നെയാണുള്ളത്? രജിസ്ട്രാറിന് മാത്രമാണുള്ളത്. അപ്പോൾ ഇൻക്വയറി ഓർഡർ ഇടുന്നത് സെക്ഷൻ 65 പ്രകാരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, സെക്ഷൻ 65 എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എല്ലാ തലങ്ങളിലേക്കും എത്തുന്നതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ഇൻക്വയറി നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ.
ഇത്ര ആയപ്പോഴേക്കും സൊസൈറ്റിയുടെ അല്ലേ ഏതാണ്ട് എല്ലാ തരത്തിലുള്ള മേഖലകളിലേക്കും ഈ ഇൻക്വയറി എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും ആഴത്തിലിറങ്ങി ചെന്ന് പരിശോധനയാണെങ്കിൽ അന്വേഷണമാണ് ഇൻക്വയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അന്വേഷണമാണ് ഈ പറഞ്ഞ രീതിയിൽ ഇൻക്വയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാറിനാണുള്ളത്, സ്റ്റാറ്റ്യൂട്ടറി പവർ രജിസ്ട്രാറിനാണുള്ളത്. അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ സെക്ഷൻ 65 കഴിഞ്ഞാൽ അടുത്ത സെക്ഷനാണ് 66 എന്ന് പറയുന്നത്. 66 എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ആണെന്നറിയാം, പരിശോധനയാണ്, അല്ലേ? അപ്പോൾ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഇൻക്വയറി ചെയ്യാനുള്ള പവർ രജിസ്ട്രാറിനാണെങ്കിൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സൂപ്പർവിഷനൊക്കെ ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? രജിസ്ട്രാറിന് തന്നെയാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്, സൊസൈറ്റിയുടെ ബുക്സുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബുക്സുകൾ പരിശോധിക്കുന്നത് രജിസ്ട്രാറിന് സ്വയം ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ക്രെഡിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ പ്രകാരം എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ സൊസൈറ്റിയിൽ നമുക്കറിയാം ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ ആദ്യ സബ്സെക്ഷൻ അത് തന്നെ പറയുന്നത്, സൊസൈറ്റിയിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിൽ ബുക്സുകൾ പരിശോധിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് രജിസ്ട്രാറിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? രണ്ടാമത്തെ കേസിലാണ് രജിസ്ട്രാറിന് എന്തെങ്കിലും പ്രത്യേക കണ്ടിജൻസി ഉണ്ടാകുന്ന സമയത്ത് സ്വമേധയാ ഇത്തരത്തിൽ ഇൻസ്പെക്ഷൻ നടത്താനോ അതല്ലെങ്കിൽ ഒരു ക്രെഡിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ നടത്താനുള്ള അധികാരമോ രജിസ്ട്രാറിനുണ്ടാകും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഇൻസ്പെക്ഷൻ സൂപ്പർവിഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പവർ ഓഫ് രജിസ്ട്രാർ. അതിൻ്റെ ഓർഡർ പുറപ്പെടുവിക്കുന്ന രജിസ്ട്രാറാണ്. രജിസ്ട്രാറിന് സ്വയം ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട്, അല്ലേ, ഒരു ഇൻസ്പെക്ഷൻ വേണ്ടിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിയോഗിച്ചുകൊണ്ട് ഇത് രജിസ്ട്രാറിന് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻക്വയറിയുടെ കേസ് അതാ പറഞ്ഞേക്കുന്നത്, രജിസ്ട്രാറിന് സ്വയം ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ അതിനുവേണ്ടി ഡെപ്യൂട്ട് ചെയ്തുകൊണ്ട് ഇൻക്വയറി ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാർ തന്നെയാണ്, ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? അപ്പോൾ അതാണ് സെക്ഷൻ 65 സെക്ഷൻ 66. അപ്പോൾ ഈ രണ്ട് സെക്ഷനുകളും രജിസ്ട്രാറിൻ്റെ അധികാരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ആർബിട്രേറ്റർ. നമ്മുടെ നിയമത്തിനകത്തെ കാതലായിട്ടുള്ള ഒരു ഭാഗമാണ് ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ, അല്ലേ? ആർബിട്രേഷൻ A&E, എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 69 എന്ന് പറയുന്നത്. അപ്പോൾ 69 പറയുന്നുണ്ട് ഏതൊക്കെ ആൾക്കാർ തമ്മിലുള്ള തർക്കങ്ങളാണ് നമുക്ക് നമ്മുടെ നിയമപരമായിട്ട് തർക്കങ്ങളായിട്ട് കണക്കാക്കുന്നത് എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 69 പ്രകാരമുള്ള തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാദിയും ഉണ്ടാകും, പ്രതിയും ഉണ്ടാകും, അല്ലേ? ഒരു പ്ലെയിൻറ്റിഫും ഉണ്ടാകും. അതുപോലെ കേസ് കൊടുക്കുന്നവനാണ് വാദിയാണെന്ന് പറഞ്ഞ പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്, അയാൾ എപ്പോഴും ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിഫൻഡർ ഉണ്ടാകും, അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് ഉണ്ടാകും, അയാളാണ് ഇവിടുത്തെ പ്രതി എന്ന് പറയുന്നത്. പ്രതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ ആയിരിക്കും, പൈസ കൊടുക്കാനുള്ളവനായിരിക്കും, മറ്റവൻ പൈസ കിട്ടാനുള്ളവനായിരിക്കും പ്ലെയിൻറ്റിഫ്, അല്ലേ? അപ്പോൾ ഈ രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉന്നയിക്കുകയാണ്. ഒരാൾ പറയുകയാണ് ലോൺ എടുത്തുകൊണ്ട് പോയിട്ട്, അതായത് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ പറയാണ് പൈസ കൊടുത്തിട്ടുണ്ട്, ലോൺ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, പക്ഷേ ഡെപ്റ്റർ ഇതുവരെയും പൈസ അടച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു തർക്കമാണ്, സാമ്പത്തിക തർക്കമാണ്. അപ്പോൾ സാമ്പത്തിക തർക്കമാണെങ്കിൽ ആ സാമ്പത്തിക തർക്കം ആരിലേക്കാണ് റെഫർ ചെയ്യേണ്ടത്? നമ്മുടെ നിയമപ്രകാരം രജിസ്ട്രാറിലേക്കാണ്, അല്ലേ? മോണിറ്ററി ഡിസ്പ്യൂട്ട് മോണിറ്ററി ആണെങ്കിൽ അത് നമ്മുടെ രജിസ്ട്രാറിലേക്കാണ് കൊടുക്കേണ്ടത്, അത് ഫയൽ ചെയ്യേണ്ടത് രജിസ്ട്രാറിലേക്കാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ 2003 നമ്മുടെ ആർബിട്രേഷൻ കോർട്ട് വരുന്നത്. അതിന് മുമ്പ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിലും നോൺ മോണിറ്ററി ആണെങ്കിലും അത് ഹാൻഡിൽ ചെയ്തിരുന്നത് നമ്മുടെ രജിസ്ട്രാർ തന്നെയായിരുന്നു. പക്ഷേ ആർബിട്രേഷൻ കോർട്ട് വന്നതോടുകൂടി ഈ രജിസ്ട്രാർ ഡീൽ ചെയ്യുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ഇതര തർക്കങ്ങൾ, അതായത് സാമ്പത്തികം ഉൾക്കൊള്ളാത്ത തർക്കങ്ങളാണെങ്കിൽ അത് ആരിലേക്ക് പോകുന്നു? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്ക് പോകുന്നു. അപ്പോൾ മോണിറ്ററി ഡിസ്പ്യൂട്ടുകളാണ് അല്ലെങ്കിൽ പണപരമായിട്ടുള്ള തർക്കങ്ങളാണെങ്കിൽ, സാമ്പത്തികം ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന തർക്കങ്ങളാണെങ്കിൽ അത് ഫയൽ ചെയ്യുന്നത് രജിസ്ട്രാറിലേക്കാണ്. അപ്പോൾ ഇത് പറയുന്നതാണ് സെക്ഷൻ 69. അതുപോലെ സെക്ഷൻ 70 എന്ന് പറഞ്ഞാൽ എന്താ? അവാർഡ്, അല്ലേ? ഈ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ മോണിറ്ററി ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് പ്ലെയിൻറ്റിഫിൻ്റെയും അതേപോലെ റെസ്പോണ്ടൻറ്റിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു മധ്യസ്ഥനാണ്, അല്ലേ, തർക്കം പരിഹരിക്കേണ്ടത്. മധ്യസ്ഥൻ എപ്പോഴും തർക്കം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരാൾ വരും, അല്ലേ? അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വരുന്ന ഒരു അതോറിറ്റിയാണ് നമ്മുടെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രജിസ്ട്രാറിലേക്കാണ് ഈ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ റെഫർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ റെഫർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ആ തർക്കം പരിഹരിക്കാൻ നോക്കും. ഓക്കെ, ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർ സ്വയം ആ തർക്കം പരിഹരിക്കാം, അല്ലേ? അതുപോലെ തന്നെ ഇതിനു വേണ്ടി തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർ ഒരു ഉദ്യോഗസ്ഥനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന പേരാണ് ആർബിട്രേറ്റർ, അല്ലേ? ആ ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന പേരാണ് ആർബിട്രേറ്റർ. അപ്പോൾ രജിസ്ട്രാറാണ് ഈ ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്മേൽ വിധി കൊടുക്കുന്നതിന് വേണ്ടി. മധ്യസ്ഥനായിട്ട് വരുന്ന ആളാണ് എന്ത് കൊടുക്കുന്നത്? അവാർഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ വിധി കൊടുക്കുന്നത്. വിധി കൊടുക്കുന്നത് പറയുമ്പോൾ അവാർഡ് സെക്ഷൻ 70 ആണ്. സെക്ഷൻ 69 ഡിസ്പ്യൂട്ടാണ്, സെക്ഷൻ 70 ആണ് അതിന്മേലുള്ള വിധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ
മോണിറ്ററി ഡിസ്പ്യൂട്ടുകളുടെ പരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർ ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു? ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? നമ്മുടെ രജിസ്ട്രാറിന് തന്നെയാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ആർബിട്രേറ്റർ. ഓക്കെ ആണല്ലോ. ദെൻ ഇനി അടുത്ത് എന്താ പറയുന്നത്? ലിക്വിഡേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുകയാണ്. നിയമപ്രകാരമാണ് ഒരു സൊസൈറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് രജിസ്ട്രേഷനിലൂടെ. അതുപോലെ തന്നെ ആ സൊസൈറ്റിയെ നിയമപ്രകാരമായിട്ടാണ് അവസാനിപ്പിക്കേണ്ടതും. അപ്പോൾ അങ്ങനെ നിയമപ്രകാരം അവസാനിപ്പിക്കുന്ന ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡേഷൻ, അല്ലേ? വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മുടെ KCS ആക്ടിലെ ചാപ്റ്റർ 10 വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ലിക്വിഡേഷൻ എന്നും വൈൻഡിങ് അപ്പ് എന്നും അതുപോലെ തന്നെ എന്താണ് ഡിസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ് ഒന്ന് തന്നെയാണ്. സൊസൈറ്റി എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്, അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. അപ്പം നിയമപരമായിട്ടാണ് സൊസൈറ്റി ജനിക്കുന്നത്, അതുപോലെ തന്നെ നിയമപരമായിട്ട് തന്നെ അവസാനിപ്പിക്കണം. അതിനൊരു എൻഡ് അല്ലെങ്കിൽ ഒരു പരിസമാപ്തി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് ഈ സൊസൈറ്റികളെ വൈൻഡപ്പ് ചെയ്യുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്നതും രജിസ്ട്രാറാണ്, വൈൻഡപ്പ് ചെയ്യുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാതങ്ങ് ചെയ്യാൻ പറ്റില്ല. ലിക്വിഡേഷൻ എന്ത് ചെയ്യണം? ഒരു ഓർഡർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡേഷൻ്റെ ഓർഡർ ആണെങ്കിൽ സെക്ഷൻ 71 പ്രകാരമാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത് പ്രകാരമാണ് രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ 71 രജിസ്ട്രാറിന് ഒരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇടുന്നതിന് വേണ്ടിയുള്ള അധികാരം നൽകുന്നത്. അപ്പോൾ രജിസ്ട്രാറിന് സ്റ്റാറ്റ്യൂട്ടറി പവർ തന്നെയാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്, വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ അങ്ങനെ വൈൻഡിങ് അപ്പിന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർ അതിനുശേഷം രജിസ്ട്രാർ ഈ ഒരു കാര്യക്രമങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ ചെയ്ത് പൂർത്തീകരിച്ച് സൊസൈറ്റിയെ ബെനിഫിഷ്യലായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡേറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ലിക്വിഡേറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 72 എന്ന് പറയുന്നത്, അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ. അപ്പോൾ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും രജിസ്ട്രാറാണ്, ലിക്വിഡേഷൻ ഓർഡർ ഇടുന്നതും രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും രജിസ്ട്രാറിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പവറാണ്, 71 72. ഓക്കെ, ദെൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് സെക്ഷൻ 75 ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് സെക്ഷൻ 76. ഓക്കെ, അപ്പോൾ എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു സൊസൈറ്റിയിൽ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു മെമ്പർ അവിടെ ഈട് വെച്ചാണ് ലോൺ എടുക്കുന്നത്, അല്ലേ? ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, അല്ലേ, എന്തെങ്കിലും ഒരു ഇമോൾ പ്രോപ്പർട്ടിയൊക്കെ എന്ത് ചെയ്യണം? അവിടെ ജാമ്യമായിട്ട് വെക്കാറുണ്ട്. എന്നിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ലോൺ എടുക്കാറുള്ളത്, അല്ലേ? മൂവബിളും ആകാം അല്ലെങ്കിൽ ഇമ്മൂവബിളും ആകാം. അപ്പോൾ സെക്ഷൻ 35 പ്രകാരം സൊസൈറ്റി ഇത്തരത്തിൽ ഒരു ഒരു ചാർജ് അവിടെ പ്രയോഗിക്കുന്നു. ഇതൊന്ന് കട്ട് ചെയ്യണേ, ഇപ്പോൾ പറഞ്ഞത് ഇതൊന്നുകൂടെ പറയുകയാണ്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ഒന്നുകൂടെ പറയുക. അടുത്ത എന്താ? എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ആസ് പെർ സെക്ഷൻ 75 ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ആസ് പെർ സെക്ഷൻ 76. അപ്പോൾ 75 76. 75 എന്ന് പറഞ്ഞാൽ എന്താ? എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ്. നമുക്കറിയാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ലോൺ എടുക്കുന്ന സമയത്ത് ആ മെമ്പർ അവിടെ ഈട് വെച്ചിട്ടാണ് ലോൺ എടുക്കാറുള്ളത്. അതായത് ജാമ്യം എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാരണ്ടി സൊസൈറ്റിക്ക് കൊടുക്കും, അല്ലേ? ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അതൊരു ഒരു ജാമ്യമായിട്ട് കണക്കാക്കിയാണ് അതിന് എന്ത് കൊടുക്കുന്നത്? ഈ സൊസൈറ്റി വായ്പ കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഈട് വയ്ക്കുന്ന പ്രോപ്പർട്ടി എന്താണോ അതിന്മേൽ സൊസൈറ്റി 35 പ്രകാരം സെക്ഷൻ 35 പ്രകാരം ഒരു ചാർജ് പ്രയോഗിക്കും. അത് സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ആണുള്ളത്, ഫസ്റ്റ് ചാർജ്, അല്ലേ? FC ഫസ്റ്റ് ചാർജ് 35 അതാണ് പറയുന്നത്. സൊസൈറ്റിയിൽ ലോൺ എടുക്കുന്നതിന് വേണ്ടി മെമ്പർ ഈട് വച്ചിരിക്കുന്ന പ്രോപ്പർട്ടിന്മേൽ ആദ്യ അധികാരം സൊസൈറ്റിക്കായിരിക്കും ഉണ്ടായിരിക്കുക. എന്ന് പറയുമ്പോൾ ആ പ്രോപ്പർട്ടി ഈ ഇൻ കേസ് ആ ഒരു ആൾ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, ആ ഒരു വായ്പ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന മെമ്പർ പൈസ തിരിച്ചടച്ചില്ല എങ്കിൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലെ അയാൾ അതിന്മേൽ ആ വായ്പയുടെ ഭാഗമായിട്ട് ഈട് വെച്ചിട്ടുള്ള ആ ഒരു മുതൽ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി അത് റിയലൈസ് ചെയ്ത് എന്ത് ചെയ്യാം? അതിൽ നിന്നുള്ള തുക എടുക്കാം. അപ്പോൾ അങ്ങനെ തുക എടുക്കുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിന്മേൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലേ, അത് സൊസൈറ്റിയുടെ അവകാശവാദം പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ അത് തീർന്നതിന് ശേഷം മാത്രമേ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടൂ. ഇതാണ് ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ സൊസൈറ്റിക്കായിരിക്കും ഈ ലോണിന്മേൽ ഈട് വച്ചിരിക്കുന്ന പ്രോപ്പർട്ടിന്മേലുള്ള ആദ്യ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ തുക ലോൺ അടച്ചില്ല എങ്കിൽ ആ തുക അതിൽ നിന്ന് ഈടാക്കാനുള്ള ആദ്യ അധികാരം സൊസൈറ്റിക്കായിരിക്കും ഉണ്ടായിരിക്കുക. സൊസൈറ്റി ആ ലോൺ തുക പിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ക്ലെയിമൻസിന് അത് കിട്ടൂ എന്നുള്ളതാണ്. മറ്റ് അവകാശവാദം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടൂ എന്നുള്ളതാണ് ഫസ്റ്റ് ചാർജ് വഴി അർത്ഥമാക്കുന്നത്.
അപ്പോൾ സെക്ഷൻ 35 പ്രകാരം സൊസൈറ്റി ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടിന്മേൽ ഒരു ചാർജ് പ്രയോഗിക്കും, ഒരു അധികാരം പ്രയോഗിക്കുന്നു. ആ അധികാരം എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 75 എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സൊസൈറ്റിക്ക് 35 പ്രകാരം ചാർജ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഇത് ആ ഒരു ചാർജ് നടപ്പിലാക്കുന്നതിന് വേണ്ടി, അല്ലേ, അത് നിലവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി രജിസ്ട്രാറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു സെക്ഷൻ 75 പ്രകാരം. രജിസ്ട്രാർ എന്താണ് ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേലെ ചാർജ് എൻഫോഴ്സ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം, സൊസൈറ്റിക്ക് ഇത്തരത്തിൽ എന്താണ് അത് റിയലൈസ് ചെയ്ത് തുക ഈടാക്കാം എന്നുള്ളതാണ് സെക്ഷൻ 75. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജിന് ഓർഡർ കൊടുക്കുന്ന ആരാണ്, രജിസ്ട്രാറാണ്. അപ്പോൾ അതും രജിസ്ട്രാറിൻ്റെ സെക്ഷൻ 75 പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പവറാണ്. ഓക്കെ, ദെൻ എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്. എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ രീതിയിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ അവർ പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഒരു വിധി കൊടുക്കുന്നതാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി വരുന്ന ഉദ്യോഗസ്ഥനാണ് ആർബിട്രേറ്റർ. ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയോഗിക്കുന്നതും രജിസ്ട്രാറാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ആർബിട്രേറ്റർ അല്ലെങ്കിൽ രജിസ്ട്രാർ ആയിക്കോട്ടെ, രജിസ്ട്രാറിന് വേണമെങ്കിൽ അത് പരിഹരിക്കാം, അതല്ലെങ്കിൽ ആർബിട്രേറ്ററിനെ വെക്കാം. അപ്പോൾ എന്തോ ആയാലും ഒരു വിധി വരും സെക്ഷൻ 70 പ്രകാരം, 70 പ്രകാരം. ഈ വിധി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ സെക്ഷൻ 75 കണ്ടതുപോലെ രജിസ്ട്രാറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളതെങ്കിൽ, ഡിഗ്രി ഹോൾഡർ സൊസൈറ്റി ആണെങ്കിൽ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സൊസൈറ്റി 12 വർഷത്തിനുള്ളിൽ, എത്ര വർഷത്തിനുള്ളിൽ, 12 വർഷത്തിനുള്ളിൽ, അതായത് ഒരു അവാർഡിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ, എക്സിക്യൂഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. അപ്പോൾ 12 വർഷത്തിനുള്ളിൽ തന്നെ രജിസ്ട്രാറിന് ഈ ഒരു വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, ഒരു ഓർഡർ പുറപ്പെടുവിക്കും. എന്താണ് ആ ഓർഡർ? ആ ഒരു അവാർഡ് വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡറാണ് രജിസ്ട്രാർ ഇത് പ്രകാരം പുറപ്പെടുവിക്കുന്നത്. ഫോം നമ്പർ 12 അല്ലേ. അപ്പോൾ 76ൻ്റെ ഫോം നമ്പറാണ് 12 എന്ന് പറയുന്നത്. ഫോം നമ്പർ 12 എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ 76 പ്രകാരം വിധി നടപ്പിലാക്കാനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്, രജിസ്ട്രാറിന് തന്നെയാണുള്ളത്. അപ്പോൾ സെക്ഷൻ 75ഉം സെക്ഷൻ 76ഉം രജിസ്ട്രാറിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പവറാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 76 കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്താണ്, എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്, അവാർഡ് ആൻഡ് ഡിഗ്രി ആണ്, അല്ലേ. ഡിഗ്രിയും അതുപോലെ ഓർഡറും അവാർഡും ഒക്കെ നടപ്പിലാക്കാനുള്ള അധികാരം, അല്ലേ, ആർക്കാണ്, രജിസ്ട്രാറിനാണുള്ളത്. അല്ലാതെ ഒരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഹോൾഡറിന് നേരിട്ട് പോയതങ്ങ് നടപ്പിലാക്കാൻ പറ്റത്തില്ല, രജിസ്ട്രാറിൻ്റെ അനുമതി വാങ്ങിച്ചിരിക്കണം. രജിസ്ട്രാർ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രാറിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ, ഒരു അപേക്ഷ രജിസ്ട്രാറിന് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ഫോം നമ്പർ 12 പ്രകാരം ഒരു ഓർഡർ പുറപ്പെടുവിക്കും. ആ 12 ആണെന്ന് പറയുന്ന എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്, ഡിഗ്രി, അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അതും രജിസ്ട്രാറിൻ്റെ അധികാരമാണ്. ദെൻ ഇനി അടുത്ത് നോക്കാം, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ക്യാൻസൽ ആക്കുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്, അല്ലേ, സെക്ഷൻ 15 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 15 പ്രകാരം സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാറിനാണുള്ളത്. അപ്പോൾ എന്താണ് സെക്ഷൻ 15ൻ്റെ ഗ്രൗണ്ട്സ് എന്താണ്? അത് നമ്മുടെ സെക്ഷൻ 14 പറയുന്ന കാര്യങ്ങളാണ്. സെക്ഷൻ 14 അല്ലേ, അമാൽഗമേഷൻ, ഡിവിഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, മെർജർ, ഇത്രയും കാര്യങ്ങളിൽ എന്ത് ചെയ്യും, ചില സൊസൈറ്റികളുടെയൊക്കെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന വകുപ്പാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 15 പ്രകാരം ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് പിന്നെ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റില്ല, സൊസൈറ്റി വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. അത് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാറിനാണ്. ഓക്കെ, ഇനി മറ്റൊരു സെക്ഷനുണ്ട്, സെക്ഷൻ 74 എന്ന് പറയുന്നത്. സെക്ഷൻ 74 ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 71 ആണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 74 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലിക്വിഡേഷൻ്റെ കേസിൽ മാത്രമല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ ഒരു റീസൺ ആണ് 74 പ്രകാരം സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക. എങ്ങനെയാണ്, രജിസ്ട്രേഷൻ സെക്ഷൻ 15 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ക്യാൻസൽ ചെയ്യുന്നത്. സെക്ഷൻ 74 പ്രകാരം സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ആണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് സെക്ഷൻ 74 പ്രകാരം പ്രേരണയാകുന്ന ഒരു ഘടകമാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. 71 എന്ന് പറയുമ്പോൾ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, സൊസൈറ്റിക്ക് പിന്നെ നിലനിൽക്കാൻ പറ്റത്തില്ല, സൊസൈറ്റി പൂട്ടിക്കെട്ടുമല്ലേ. അപ്പോൾ എന്താണ്, 71 പ്രകാരം ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ 74 പ്രകാരം സെക്ഷൻ 74 പ്രകാരം സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നു.
പിന്നെ അതിനകത്ത് കുറച്ച് കാരണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്തോ ആയാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം സെക്ഷൻ 74 നമ്മൾ പഠിച്ചതാണല്ലേ. എന്തൊക്കെയാണ് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ട് 2 മാസത്തിനുള്ളിൽ രജിസ്ട്രാർ വന്നില്ല, രജിസ്ട്രാർ നമ്മുടെ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അതല്ല എങ്കിൽ ആ ഒരു ലിക്വിഡേഷൻ ഓർഡർ ഇട്ടതിന് ശേഷം അതിനെതിരെ ഒരു അപ്പീൽ ഉണ്ടെങ്കിൽ ആ അപ്പീലിൽ എന്തെങ്കിലും തരത്തിലുള്ള തീർപ്പ് വന്നതിന് ശേഷവും 2 മാസത്തിനുള്ളിൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യാത്ത പക്ഷമോ, അതല്ല എങ്കിൽ ഒരു സൊസൈറ്റി രജിസ്റ്റർ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ 71 പ്രകാരം നമ്മുടെ ലിക്വിഡേറ്റർ പൂർണ്ണമായിട്ട് മൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതുമല്ല എങ്കിൽ ഒരു സൊസൈറ്റിയുടെ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ആ സൊസൈറ്റിയുടെ റെക്കോർഡ്സുകൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് 74 പ്രകാരം സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ 74 പ്രകാരം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സ്റ്റാറ്റ്യൂട്ടറി പവർ രജിസ്ട്രാറിനാണ്. അതുപോലെ സെക്ഷൻ 15 പ്രകാരം സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രാറിനാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെയാണ്. ദെൻ ഇനി അടുത്ത എന്താ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ്. എന്താണ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യാനുള്ള അധികാരം അല്ലേ, സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യാനുള്ള അധികാരം എന്താണ്, റൂൾ 15 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ സെക്ഷൻ 80 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സെക്ഷൻ 80 റൂൾ 182 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അത് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ. ഇത് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ ആണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ. ഓക്കെ, എന്നാൽ റൂൾ 15 പ്രകാരം സൊസൈറ്റിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു, അതിൻ്റെ എന്താണ് ബൈലോയിൽ പറയുന്ന പ്രിൻസിപ്പൽ ഒബ്ജക്ട്, സൊസൈറ്റിയുടെ പ്രിൻസിപ്പൽ ഒബ്ജക്ട് എന്താണോ അതിനനുസരിച്ച് സൊസൈറ്റിയെ 13 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എത്ര ടൈപ്പായിട്ടാണ്? 13 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ തരംതിരിക്കുന്നു. അപ്പോൾ അങ്ങനെ റൂൾ 15 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് രജിസ്ട്രാറാണ്. അതെപ്പോഴാണ്? ആഫ്റ്റർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ കൊടുത്തതിന് ശേഷമാണ് സൊസൈറ്റി ഒരു ക്രെഡിറ്റ് ആണോ നോൺ ക്രെഡിറ്റ് ആണോ, നോൺ ക്രെഡിറ്റിനകത്ത് തന്നെ ആണെങ്കിൽ മാർക്കറ്റിംഗ് ആണോ, പ്രോസസ്സിംഗ് ആണോ, കൺസ്യൂമർ ആണോ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആണോ, അല്ലെങ്കിൽ ഫാർമേഴ്സ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ലേബർ കോൺട്രാക്റ്റ് ആണോ, വനിതയാണോ, അല്ലെങ്കിൽ ടൂറിസം ആണോ, അല്ലെങ്കിൽ മിസലേനിയസ് ആണോ, മൾട്ടിപർപ്പസ് ആണോ, അപ്പോൾ SC/ST ആണോ. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് റൂൾ 15 പ്രകാരമുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാറാണ് ചെയ്യുന്നത്. എന്നാൽ സെക്ഷൻ 80 റൂൾ 182 പ്രകാരം സൊസൈറ്റിയുടെ എന്താണ് ടൈപ്പിനും ഫിനാൻഷ്യൽ കണ്ടീഷൻ, ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലേ, ഫിനാൻഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് ആണ്. അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യും? രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്യാറുണ്ട്. കൺസൾട്ട് ചെയ്ത് ഗവൺമെൻറ് ആയിരിക്കും അതിന്മേൽ ഇത്തരത്തിൽ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9 ടൈപ്പാണുള്ളത് ക്ലാസിഫിക്കേഷൻ അല്ലേ. അപ്പോൾ സെക്ഷൻ 80 റൂൾ 182 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അത് പ്രകാരം സൊസൈറ്റി 9 ടൈപ്പിലുണ്ട്. അത് നമുക്കറിയാവുന്നതാണ് അല്ലേ. എന്താണ് ഈ പറഞ്ഞ രീതിയിൽ സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, അതുപോലെ തന്നെ എന്താണ് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞിട്ട് 7 എണ്ണം വരും, 7 ക്ലാസ് വരും. അങ്ങനെ 7 2 9 ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ സെക്ഷൻ 80 റൂൾ 182 പ്രകാരമുള്ളത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഓക്കെ, താങ്ക് യു ഓൾ.